Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. 40 വർഷത്തോളമായി എടക്കരയിൽ വൈദ്യശാല നടത്തിവരുന്ന രാജു കഥയും കവിതകളും എഴുതി ജീവിതം ആസ്വാദകരമാക്കുകയാണിപ്പോൾ. എടക്കര സ്റ്റേഷൻ പടിയിൽ പാരമ്പര്യ പച്ചമരുന്ന് മർമ്മ ചികിത്സാ കേന്ദ്രം നടത്തിവരുന്ന ബാർബർ മുക്കിലെ ചീരംകുളം രാജുവാണ് കഥകളുടെയും കവിതകളുടെയും ലോകത്ത് സ്വന്തമായൊരു ഇടം തേടുന്നത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി മുത്തച്ഛൻ അയ്യപ്പൻ പൈലോ, പിതാവ് സുകുമാരൻ എന്നിവരിൽ നിന്നാണ് രാജു വൈദ്യം പഠിച്ചു തുടങ്ങിയത്. മഞ്ഞും മാമലമേലേ മാധവമാസ നിലാവിൽ മാറോടു ചേർത്തു ഞാൻ പാടിയുറക്കിയ തങ്കക്കുടമെവിടെ. മഞ്ഞും മാമലമേലേ മാധവമാസ നിലാവിൽ മാറോടു ചേർത്തു ഞാൻ പാടിയുറക്കിയ തൃശൂരിലെ സാമുവൽ ഗുരുക്കൾ, കോട്ടയം ചെമ്പക്കരയിലെ മന്മഥക്കുറുപ്പ്, കോട്ടയം തെങ്ങണയിലെ പ്രസാദ് ഗുരുക്കൾ എന്നിവർക്ക് കീഴിലും ശിഷ്യത്വം നേടിയ ശേഷമാണ് രാജു എടക്കരയിലെത്തുന്നത്. ചികിത്സയോടൊപ്പം നിമിഷകവി കൂടിയാണ് രാജു വൈദ്യർ. 100 കണക്കിന് പാട്ടുകളും കവിതകളുമാണ് ഈ 58കാരൻ ഇതിനോടകം രചിച്ചിട്ടുള്ളത്. സ്വന്തമായി ട്യൂൺ ചെയ്ത് മനോഹരമായി പാടി അവതരിപ്പിക്കുകയും ചെയ്യുന്ന വൈദ്യർ നിരവധി കഥകളും എഴുതിയിട്ടുണ്ട്. തന്റെ പാട്ടുകൾ പാടി അവതരിപ്പിച്ച പലർക്കും സമ്മാനങ്ങൾ ലഭിച്ചതായും അദ്ദേഹം പറയുന്നു. പുല്ലാങ്കുഴലിന്റെ നാദം കേട്ടപ്പോൾ പൂമാനങ്ങൾ പുഞ്ചിരിച്ചു. പുലരി വരെ ഞാൻ കാത്തിരുന്നു, പുന്നാരം ചൊല്ലുവാൻ കാത്തിരുന്നു. പൂക്കൈത പൂക്കുന്ന താഴ്വരയിൽ പുള്ളിമാൻ കുഞ്ഞിനെ കണ്ടുമുട്ടി. പൂക്കൈത പൂക്കുന്ന താഴ്വരയിൽ പുള്ളിമാൻ കുഞ്ഞിനെ കണ്ടുമുട്ടി. ഈ ഗാനം ഞാൻ എഴുതിയിട്ട് അത് തിരുവനന്തപുരത്ത് ദക്ഷിണ എന്ന് പറയുന്ന ഒരു കുട്ടിയെടുത്ത് ഈ ഗാനം കവിത എത്തിയിട്ട് അത് തിരുവനന്തപുരത്ത് പാടിയ സ്റ്റേജുകളിലെല്ലാം 1ാം സമ്മാനം കിട്ടി. അങ്ങനെ അവരാണ് എന്നെ ഇതിലേക്ക് കൂടുതൽ വീണ്ടും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവന്നത്. ഇപ്പം 100ഓളം കവിതകൾ എഴുതിയിട്ടുണ്ട്, പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10-20 പൂർത്തിയാക്കാനുണ്ട്. അപ്പം നമ്മുടെ ഒരു ആഗ്രഹം ഇതുപോലെ സിനിമയിൽ പാട്ട് എഴുതണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. സാധിച്ചാൽ അത്രയും നല്ലത്. സിനിമയിൽ അവസരം ലഭിക്കണമെന്നതാണ് രാജുവിന്റെ ആഗ്രഹം. പോലീസ് സ്റ്റേഷന് സമീപം പച്ചമരുന്ന് മർമ്മ ചികിത്സാലയം നടത്തിവരുന്ന രാജു വൈദ്യർ തദ്ദേശീയ പാരമ്പര്യ ചികിത്സാ വിഭാഗം സംഘടനയുടെ മലപ്പുറം ജില്ലാ ട്രഷറർ കൂടിയാണ്. തന്റെ വീട്ടുമുറ്റത്തും ചികിത്സാ കേന്ദ്രത്തിന്റെ പരിസരത്തുമായി ഔഷധ സസ്യങ്ങൾ നട്ടുവളർത്തിയ വൈദ്യർ തന്റെ ചികിത്സയ്ക്കാവശ്യമായ മരുന്നുകളെല്ലാം ഈ ചെടികളിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അന്യം നിന്നു പോകുന്ന ഔഷധ സസ്യങ്ങളും ചെടികളും വൃക്ഷങ്ങളും നിറഞ്ഞ വീട്ടുമുറ്റത്തെ തോട്ടം പരിചരിക്കാൻ രാജുവിന് കൂട്ടായി അംഗൻവാടി ജീവനക്കാരിയായ ഭാര്യ ശ്രീലതയുമുണ്ട്. 40 വർഷമായി പാരമ്പര്യ പച്ചമരുന്ന്, അതായത് നാട്ടുവൈദ്യ മർമ്മ ചികിത്സാലയം നടത്തി വരികയാണ്. ഇപ്പോൾ പാരമ്പര്യമായിട്ട് കാലഹരണപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാട്ടിൽ കിട്ടാതെ പോകുന്ന ഔഷധ സസ്യങ്ങൾ അത് ശേഖരിച്ചിട്ട് അതിനെ പരിപാലിച്ച് കൊണ്ടുപോവുകയും അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഇലകളും വേരുകളും കായും പൂവും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സാ രീതിയാണ് നാട്ടുവൈദ്യമാണ്. പരമ്പരാഗതമായി കിട്ടിയിട്ടുള്ള അറിവാണ്. അത് എൻ്റെ വല്യച്ഛനിൽ നിന്നും എൻ്റെ അച്ഛനിൽ നിന്നുമൊക്കെ കിട്ടിയ അറിവുകളും അതിന് പുറമെ നമ്മൾ മറ്റ് നാടിൻ്റെ പല ഭാഗത്തും പോയിട്ട് നല്ല നല്ല പ്രഗത്ഭരായിട്ടുള്ള വൈദ്യന്മാരെ കണ്ടെത്തി അവരുടെ കീഴിൽ ശിക്ഷണപ്പെട്ടു നിന്ന് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഗുരുമുഖത്തു നിന്ന് കിട്ടിയ അറിവുകളും കൂടെ ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ചികിത്സ നടത്തി വരുന്നത്. 40 വർഷത്തോളമായി ചികിത്സ തുടങ്ങിയിട്ട്. പിന്നെ മർമ്മ ചികിത്സകൾ ചെയ്യാറുണ്ട്. ചികിത്സകൾ ഒടിവ് ചതവുകൾക്ക് ബാൻഡേജുകൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നാട്ടുവൈദ്യത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഒരു വൈദ്യ സംഘടനയുണ്ട്. എൻ്റെ പേര് TPCV എന്നാണ്, തദ്ദേശീയ പാരമ്പര്യ ചികിത്സാ വിഭാഗം. അതിൽ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് എല്ലാ മാസവും ഞങ്ങൾക്ക് ക്ലാസ്സുകൾ തരും. ഓരോ ഔഷധ സസ്യങ്ങളെപ്പറ്റി അത് മറിച്ചും തിരിച്ചും അതിനെക്കുറിച്ച് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പഠിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. ഒരു 10, 12, 13 വർഷമായിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് സംഘടനയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൻ്റെ
അവസ്ഥ, അതായത് വെള്ളത്തിൻ്റെയും കാലാവസ്ഥയുടെ ഇതൊക്കെ കൊണ്ട് കുറേ സസ്യങ്ങളൊക്കെ പോയി. നല്ല വിലപിടിപ്പുള്ള സസ്യങ്ങളായിരുന്നു, അതൊക്കെ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി. ചികിത്സയ്ക്ക് ആവശ്യമായി വരുന്ന അപൂർവ ഇനം കുന്തിരിക്കം, വിഷപ്പച്ച, ചതുരമുല്ല, എരിക്ക, ആവണക്ക, ഉമ്മം, കരുനെച്ചി, തൊഴുകണ്ണി, തിപ്പല്ലി, ശതാവരി, നീലയമരി, നാഗപ്പൂമരം, ചിറ്റരത, അശോകം തുടങ്ങിയവ രാജുവിന്റെ പുരയിടത്തിലെ ഔഷധ സസ്യങ്ങളിൽ ചിലത് മാത്രമാണ്. ഈസ്റ്റ് ലൈവ്, എടക്കര.